നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. നാളെ എൻഗേജ്മെന്റ് ആണ്. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസം കൊഴിഞ്ഞു പോകുന്നത്. സർപ്പക്കാവിലെ നാഗപ്രതിഷ്ഠകളെ ഉറ്റുനോക്കി നീലാംബരി അങ്ങനെ നിന്നു. മനസ്സിലൂടെ പാഞ്ഞു പോകുന്ന ചിന്തകളെ പിടിച്ചെട്ടാൻ കഴിയാതെ ആ കുഞ്ഞുടൽ നിന്ന് വിറച്ച്. എന്നും തന്റെ അമ്മ മുടങ്ങാതെ വിളക്കുകൊളുത്തി പ്രാർത്ഥിക്കുന്ന ഇടമാണ്. എന്നിട്ടും ആ അമ്മയുടെ ജീവിതത്തിൽ കണ്ണുനീർ തോരാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. മുന്നിൽ കാണുന്ന രൂപങ്ങൾ ദൈവങ്ങൾ തന്നെയാണോ, അതോ വെറും ശിലകളാണോ? ദൈവങ്ങളായിരുന്നെങ്കിൽ ഈ തറവാട്ടിൽ അഴിഞ്ഞാടിയ കണ്ണുപൊട്ടുന്ന ക്രൂരതകൾക്ക് അറുതി വരുത്താൻ കഴിയില്ലായിരുന്നു അവർക്ക്. എത്ര തന്നെ തല്ലുകൊണ്ടാലും ചീത്ത വിളി കേട്ടാലും പ്രതീക്ഷയോടെ ആരെയാണ് അമ്മ കാത്തിരിക്കുന്നത്? ആരാണ് ഞങ്ങളെ രക്ഷിക്കാൻ വരുന്നത്? ആരും വരില്ല, ആരും. എല്ലാ അമ്മയുടെ സമനില തെറ്റിയ മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. ആ അമ്മയ്ക്ക് തീരെ വയ്യ, അതും താൻ കാരണം. അതുകൊണ്ട് ആ അമ്മയ്ക്ക് പകരം അമ്മയുടെ മകളാണ് വിളക്ക് തെളിയിക്കുന്നത്. ശരിയാ, ഈ നീലാംബരിക്ക് നിത്യേന വിളക്ക് തെളിക്കാൻ കഴിഞ്ഞിട്ടില്ല, താൻ ശ്രമിച്ചിട്ടുമില്ല. ദൈവങ്ങളോട് അത്രയ്ക്ക് ആത്മാർത്ഥം നീലാംബരി കാട്ടിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നന്ദി കാട്ടാൻ മാത്രം നല്ലതൊന്നും കണ്ടല്ല ഈ നീലാംബരി വളർന്ന്. കുഞ്ഞുനാൾ മുതൽ ആട്ടും തുപ്പും ചവിട്ടും തൊഴി അറിഞ്ഞു വളർന്നുകൊണ്ട് എല്ലാത്തിനോടും ഭയമാണ്, പറ്റുന്നില്ല. നിങ്ങളുടെ മുന്നിൽ പിച്ച വെച്ചും കുഞ്ഞുനാൾ മുതൽ ഈ കാവിലെ പൂക്കൾ പൊട്ടിച്ച് ഓടിക്കളിച്ചും വളർന്നവളല്ലേ ഈ ഞാനും. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരിക്കാൻ മാത്രം എന്ത് തെറ്റാ നിങ്ങളോട് ഈ നീലാംബരി ചെയ്ത്? അമ്മ മുടങ്ങാതെ വിളക്ക് തെളിയിക്കുന്നതിന് കൂലി ചോദിക്കുകയാണെന്ന് കരുതരുത്. എന്നെ എൻ്റെ അമ്മയെ ഇവിടെ നിന്ന് രക്ഷിക്കാമോ? പകരം ഒന്നും വേണ്ട. ഈ മണ്ണിലുറങ്ങുന്ന എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഞങ്ങളോടൊപ്പം വിട്ടുതന്നാൽ മാത്രം മതി. ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരെയും നേരിടാനുള്ള കരുത്തൊന്നും ഈ നീലാംബരിക്കില്ല. ഒന്ന് ഉറക്കെ വിളിച്ചാലും ഓടിയെത്താൻ കുറച്ചുപേര് നീലാംബരിക്ക് ചുറ്റുമുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇഷ്ടം കൂടിയവർ. അറിഞ്ഞുകൊണ്ടൊരു കുരുക്കിലേക്ക് അവരെ തള്ളിയിടാൻ കഴിയുന്നില്ല. അത്രമേൽ പ്രിയപ്പെട്ടവരാണ് തനിക്ക് അവരെല്ലാവരും. പഴയ പോലെ ശത്രുക്കൾ സ്വന്തം കുടുംബക്കാർ മാത്രമല്ല എന്നൊരു തോന്നൽ. ആരുടെയൊക്കെയോ കഴുകൻ കണ്ണുകൾ കൂടെയുള്ള പോലെ പേടിയാവുന്നു. കുറെ സമയം കൂടി അവൾ അവിടെ നിന്നു. അറിവച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ദൈവങ്ങളോട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. നാഗദൈവങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി എല്ലാ ദിവസവും പലതവണ ചുറ്റിത്തിരിയുന്ന ഇടമാണ്. പൂക്കളെ സ്നേഹിക്കുന്ന നീലാംബരിയുടെ പ്രിയപ്പെട്ട കാവ്. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കുറെ സമയം കൂടി അവിടെ നിന്നു അവൾ. ദൂരെ കാണുന്ന തറവാടിന്റെ അടഞ്ഞ മുറികളുടെ ജനലിലേക്ക് അവൾ നോക്കി. ഏറെ നേരം ആരുമില്ല. അച്ഛാ, ഞാനിവിടെ ഒറ്റക്ക. പേടിക്കില്ല, ഒന്ന് വരാമോ? ഒന്ന് തലയാഴ്ച നിൽക്കാൻ ആരുമില്ല ഈ നീലാംബരിക്ക്. എല്ലാത്തിനോടും പേടി തോന്നുക. അച്ഛനോട് മാത്രമില്ല. അച്ഛൻ്റെ ഈ മൗനം പോലും ഇപ്പനെ വല്ലാതെ ഭയപ്പെടുത്തുക. അമ്മയുടെ മാനം കാക്കാൻ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം വീര് പണയം വെച്ചയാളല്ലേ ഞാൻ. എങ്ങനെയോ ഒന്ന് അച്ഛനിലേക്ക് എത്തുക. ഇനിയൊരു ശ്രമം കൂടി നടത്തി അമ്മയുടെ കണ്ണുനീര് കാണാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നത് എൻ്റെ അമ്മയാ. എന്തേലും ഒരു വഴി കാട്ടിത്തരാമോ അച്ഛാ? ഒരു കാറ്റ് പോലും വീശിയില്ല. ഒന്ന് ചുറ്റും നോക്കി അവൾ. അന്തി മയങ്ങിയപ്പോൾ കാവിലെ പൂക്കൾ പോലും അവളെ നോക്കി കണ്ണുപൊത്തി. സ്ഥിരം അനുഭവപ്പെടാറുള്ള സുഗന്ധം കൂടിയില്ല. അവൾ കരഞ്ഞു. ഹൃദയം നുറുങ്ങുമാറ് പൊട്ടി പൊട്ടി കരഞ്ഞു. ഭദ്രയുടെ ദേഹത്ത് നീലിച്ച പാടുകൾ മാത്രം അവശേഷിച്ചു. ഭാർഗവൻ നായർ ആകെ അവശനാണ്. ഒരുപക്ഷെ സരോജിനിയേക്കാൾ അവശൻ. ആ വീഴ്ച ആ വൃദ്ധനെ മാനസികമായും ശാരീരികമായും തളർത്തി. ഉറങ്ങാൻ നേരം ഫോൺ കയ്യിലെടുത്തുന്നില്ല. കഴിഞ്ഞ 2 രാത്രിയിലും ജാന്റെ കോളുകൾ ഉണ്ടായിരുന്നു. ഓരോ മിസ്ഡ് കോൾ വീതം ഓരോ ദിവസവും, അത്രയേ ഉള്ളൂ. ഒത്തിരി തവണ വിളിച്ചുകൊണ്ടിരിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് തങ്ങൾക്കിടയിലുള്ളതെന്ന് അവൾ ഓർത്തുപോയി. തിരിച്ചു വിളിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവിടെ നിന്ന് സന്തോഷത്തോടെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അതുപോലെ മറുപടി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. അവന്റെ ഓരോ കുസൃതി ചോദ്യങ്ങൾക്കും ചുവപ്പ് രാശി പടർത്താൻ അവളുടെ അടികൊണ്ട് നീലിച്ച കവിൾ തടങ്ങൾക്ക് ശേഷിയിലായിരുന്നു. ഇന്നലെ കാവ്യ വിളിച്ചപ്പോൾ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നിയവൾക്ക്. അതുകൊണ്ട് മാത്രം. കിരണേട്ടന്റെ ഒത്തിരി മിസ്ഡ് കോൾസ് ഉണ്ട് ഫോണിൽ, എടുത്തില്ല. ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും സന്തോഷം മാത്രം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാൾ, അതാണ് കിരണേട്ടൻ. ആ മുഖത്ത് സങ്കടത്തിന്റെ ഒരു നിഴൽ പോലും വീഴുന്നത് തനിക്ക് കാണാൻ കഴിയില്ല. താൻ കാരണം ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. സ്വപ്നം കാണാൻ പോലും നീലാംബരിക്ക് അവകാശമില്ല. എല്ലാവരും ജീവിക്കട്ടെ സന്തോഷമായി. ഈ ശാപം പിടിച്ചവൾ എല്ലാവരുടെയും ജീവിതം തുളക്കും. അച്ഛനെ കൊന്നവളെന്ന് പറയുന്നതിൽ തെറ്റില്ല. അമ്മയുടെ വയറ്റിൽ എൻ്റെ ഉയിര് തുടിച്ചപ്പോൾ തന്നെ അച്ഛൻ പോയില്ലേ? ഓരോന്നോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട അവൾ അങ്ങനെ കിടന്നു. എപ്പോഴോ അവൾ ഉറങ്ങി. വാതിലിൽ ശക്തമായ മുട്ടൽ കേട്ടാണ് നീലാംബരി കണ്ണു തുറന്ന്. വേഗം എഴുന്നേറ്റ് ലൈറ്റിട്ടു. ഓടിപ്പോയി വാതിൽ തുറന്നു. തുളസിയാണ്. നിലക്കുഞ്ഞ്, വേഗം താഴേക്ക് വാ, മുത്തശ്ശിക്ക് തീരെ വയ്യ. വല്ലാത്തൊരു പിടപ്പോടെ തുളസി വിളിക്കുമ്പോൾ നില വേഗത്തിൽ അവർക്കൊപ്പം നടന്നു. അമ്മേ തുളസിക്കുട്ടി, താഴെയുണ്ട്. കുഞ്ഞിന്റെ ശശിധരമാമി മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ട്. മുത്തശ്ശി ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, വല്ലാതെ പനിക്കുന്നുണ്ട്. ഗോവണിപ്പടികൾ ഇറങ്ങുമ്പോൾ തുളസി പറഞ്ഞു. സരോജിനിക്ക് കടുത്ത പനിയാണ്. അവർ ഓർമ്മയില്ലാതെ കിടന്ന് വിറച്ചു. ഭദ്ര കട്ടിലിരുന്ന് സരോജിനിയുടെ നെറ്റിയിൽ നനഞ്ഞ തുണി കൊണ്ട് മെല്ലെ തുടക്കുകയാണ്. വേഗത്തിൽ ഈറൻ വിട്ടുമാറുന്ന തുണി വീണ്ടും വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് നെറ്റിയിൽ ചേർത്ത് വെക്കുന്ന ഭദ്ര അമ്മയെ വിളിച്ച് വിതുമ്പുന്നുണ്ട്.
മുത്തശ്ശിയുടെ വിറക്കുന്ന കയ്യിൽ നില ഒന്ന് തൊട്ടു. പൊള്ളുന്ന ചൂട്. ഭാർഗവൻ നായർ അക്ഷമനായി ഉമ്മർത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തുറന്നിട്ട പടിപ്പുരയിലേക്ക് ഇടയ്ക്കിടെ അയാളുടെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞുടൻ ഒരു ഓട്ടോ വന്ന് നിന്നു. അതിൽ നിന്നും ശശിധരൻ പുറത്തേക്ക് ഇറങ്ങി. തലയൊഴിഞ്ഞ ആകെ അടുത്ത മട്ടിലാണ് അയാൾ നടന്നു വന്നത്. വന്നയുടനെ നേരെ മുറിയിൽ കയറി സരോജിനെ പോയി നോക്കി കാര്യങ്ങൾ ബോധ്യം വരുത്തി. അപ്പോഴും മുഖത്ത് വല്ലാത്ത ദേഷ്യഭാവമായിരുന്നു. സമയം 11:30 മണിയായിട്ടേ ഉള്ളൂ. ഉറക്കമുറിഞ്ഞ ദേഷ്യമാണ് മുഖത്ത്. നോക്കി നിൽക്കാണ്ട് ഇവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഓട്ടോയിക്കൊണ്ടിരുത്ത്. തുളസി നോക്കിയാണ് ശശിധരൻ അത് പറഞ്ഞത്. ആ താലൂക്ക് ആശുപത്രിയിൽ എങ്ങാനും കൊണ്ടുപോവാം. അവിടെ അത്യാവശ്യത്തിൽ ഡോക്ടർമാർ കാണും. ഓരോരോ മാരണങ്ങൾ. രാത്രി മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട്. ഇപ്പൊ ഞാൻ തന്നെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് കൊണ്ടുപോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ മെനക്കെടുത്തണം, അത്ര തന്നെ. ഭദ്രയും തുളസിയും ചേർന്ന് സരോജിനെ കഷ്ടപ്പെട്ട് താങ്ങി പിടിച്ച് ഓട്ടോയിൽ ചാരിയിരുത്തി. നീലാംബരി അവരെ സഹായിച്ചു. നിങ്ങൾ കഥ കടച്ച് കിടന്നോളൂ. ആശുപത്രിയിലേക്ക് പോകാൻ ഞാനും ശശിധരനുണ്ടല്ലോ. ഭാർഗവൻ നായർ ഭദ്രയെ നോക്കി പറയുമ്പോൾ ശശിധരൻ ഒച്ചയെടുത്തു. ഇവിടെ ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തിയിട്ട് മോൾ ഉറക്കി കിടത്താണ് നിങ്ങൾക്ക് അത്യാവശ്യമല്ലേ? അത് സർക്കാർ ആശുപത്രിയാ. പെണ്ണുങ്ങൾ കൊണ്ടുപോകുമ്പോൾ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ വേണം. കൽപ്പനക്ക് സുഖമില്ലാത്തതാ. അവൾക്ക് ഉറക്കൊഴിക്കാനൊന്നും പറ്റില്ല. ആശുപത്രിയിൽ തിരികെ വരുമ്പോൾ ഞാൻ കാണില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. പിടിച്ച് കയറ്റാൻ ഇറക്കാനൊക്കെ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമോ? പിന്നെ അതിന് ആളെ തിരഞ്ഞ് നടക്കും. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ, നാശം പിടിക്കാൻ. രാത്രി ഓരോ വള്ളിക്കെട്ട്. ഭാർഗവൻ നായർ നോക്കിയാണ് ശശിധരൻ അത്രയും പറഞ്ഞ്. ഭാർഗവൻ നായർ ഭദ്രയെ നോക്കി. തുളസി, ഞാൻ കൂടി പോവാം. മോളെ നോക്കിക്കൊള്ളണേ. വേണ്ട കുഞ്ഞെ, ഞാൻ പോവാം. കുഞ്ഞിനും വയ്യാത്തല്ലേ. നിലക്കുഞ്ഞിനെയും കൂട്ടി അകത്തേക്ക് പോയിക്കോ. തുളസി ഭദ്രയോട് അത് പറയുമ്പോൾ ശശിധരന് വീണ്ടും ദേഷ്യം വന്നു. എന്നിട്ട് വേണം മക്കൾ തിരിഞ്ഞു നോക്കില്ലേ നാട്ടുകാർ പറയാൻ. വേലക്കാരിയാണല്ലോ ആശുപത്രി ഇറങ്ങുന്നത്. നീ നിന്റെ പണി നോക്ക് തുളസി. ശശിധരൻ വീണ്ടും ഒച്ചയെടുത്തപ്പോൾ ഭദ്ര തുളസിയെ തടഞ്ഞു. വേണ്ട തുളസി, ഉടനെ തിരികെ വരാലോ. ഞാനും അച്ഛനും കൂടി പോവാം. വേഗം പോയി കഥ കടച്ച് കിടന്നു. എൻ്റെ ഫോണ് മുറിയിലുണ്ട്. തിരികെ എത്തുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. അപ്പൊ പുറത്തേക്ക് വന്നാൽ മതി. നീ ഇന്ന് പ്രസംഗിക്കാതെ വണ്ടി കയറടി. ഒച്ച കുട്ടികളല്ലേ ഇവിടെ ഉള്ളത്. കഥ കടച്ചിരിക്കാൻ കൈ ഓർത്താനും നാക്കിട്ട് എനക്ക് വല്ലാത്ത കഴിവാണല്ലോ. പിന്നെ ഒരു കാര്യം, നാളെ 10 മണിക്ക് ഞാനിവിടെ വരും. ആ കാര്യത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. ആര് ചത്താലും ശരി, ജീവിച്ചാലും ശരി. അത് പറയുമ്പോൾ അയാൾ നീലാംബരി ഒന്ന് തറപ്പിച്ച് നോക്കി. സരോജിനിക്ക് അപ്പുറവും ഇപ്പുറവുമായി ഭദ്രയും ഭാർഗവൻ നായരും ഇരുന്നു. ശശിധരൻ മുന്നിൽ ഡ്രൈവർ സീറ്റിന്റെ ഓരം ചേർന്ന് ചെരിഞ്ഞിരുന്നു. ഓട്ടോ മുന്നോട്ട് പോകുമ്പോഴും ഭദ്ര നിറകണ്ണുകളോടെ നിലയെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളും നിറഞ്ഞു. ഈ അമ്മമ്മക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അതിന്റെ ഈ പനി വിറയിലൊക്കെ. ബ്ലഡ് റിപ്പോർട്ട്, യൂറിൻ റിപ്പോർട്ട് നോക്കി ലേഡി ഡോക്ടർ ശശിധരനോട് പറഞ്ഞു. അയ്യോ ഡോക്ടർ, അമ്മക്ക് വേറെ കുഴപ്പമൊന്നും ഇതുവരെ ഇല്ലായിരുന്നു. വൈകുന്നേരം പെട്ടെന്നൊരു പനി വന്നാ. ഉത്തരവാദിത്തമുള്ളൊരു മകനായി ഡോക്ടർ മുമ്പിൽ ശശിധരൻ അഭിനയിച്ച് തകർത്തു. എന്തായാലും ഇത് പെട്ടെന്നുണ്ടായതല്ല. സിംറ്റംസ് ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടാവും. എന്തായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ പറ്റില്ല. ഒരുപാട് ഇൻഫെക്റ്റഡ് ആണ്. യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടാൻ എങ്ങനെയായാലും 2 ദിവസം എടുക്കും. അതും കൂടി കിട്ടിയാലേ മെഡിസിൻ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ടാബ്ലറ്റ് കൊണ്ട് ഭേദാവില്ല. ആൻറ്റിബയോട്ടിക് IV സ്റ്റാർട്ട് ചെയ്യണം. യൂറിൻ ഓരോ ദിവസവും ചെക്ക് ചെയ്യേണ്ടി വരും. ഡോക്ടർ പറയുമ്പോൾ ശശിധരൻ ഞെട്ടി. എങ്ങാനും ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കേണ്ടി വന്നാൽ നാളത്തെ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും. അതുകൊണ്ടാണ് അയാൾ ഡോക്ടറോട് അങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയത്. അത് ഡോക്ടറെ, നാളെ ഞങ്ങളുടെ കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കാൻ പോവാ. എൻ്റെ മകനും പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ പെങ്ങളുടെ മകളുടെയും വിവാഹ നിശ്ചയ. ബന്ധുക്കളൊക്കെ ക്ഷണിച്ചു പോയി. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു മരുന്നോ മറ്റോ വന്നാൽ ഞങ്ങൾ വീട്ടിൽ പോയി അമ്മയെ നോക്കേണ്ട വിധത്തിൽ നോക്കിക്കോളാം. ശശിധരന്റെ പറച്ചിൽ കേട്ട് ഭാർഗവൻ നായരും ഭദ്രയും മുഖത്തോട് മുഖം നോക്കി. സി മിസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ ഈ അമ്മമ്മയുടെ കണ്ടീഷൻ അല്പം മോശമാണ്. പ്രായം ഒത്തിരി ആയ ആളല്ലേ. തുടക്കത്തിലായിരുന്നെങ്കിൽ ടാബ്ലറ്റ് കൊണ്ട് മാറ്റാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്താൽ മതിയാവും. മാത്രമല്ല ഇത് കാഷ്വാലിറ്റിയാണ്. ഇന്നു രാത്രി ഇവിടെ കിടത്താം. നാളെ OP-ൽ പോയി അഡ്മിഷൻ ഫയൽ വാങ്ങി ഡ്യൂട്ടി ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റണം. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തേ മതിയാവും. അതുകൊണ്ട് ആരെങ്കിലും 2 പേര് അമ്മമ്മയുടെ കൂടെ ഇവിടെ നിൽക്കണം. അതും പറഞ്ഞ് ഡോക്ടറോട് പോയി. ശശിധരൻ നിന്ന് പല്ലി അടിച്ചു. അയാൾ ഭദ്രയെ നോക്കി മുരളും പോലെ സംസാരിച്ചു. കണ്ടോടി, നിന്റെ പുന്നാരമോട്ട് വരണം. വിവാഹം പോലല്ല, വേറൊരു വിവാഹ നിശ്ചയം. എന്നിട്ട് കൂടി നടക്കുന്ന തടസ്സങ്ങൾ കണ്ടോ? അത്ര കൊണ്ട് ആ നാശം പിടിച്ചോടെ എരണക്കോടും ജാതകദോഷവും എല്ലാം എൻ്റെ ചെക്കൻ്റെ വിധി. ഒന്നും അറിയാണ്ട് അവളെയും സ്വപ്നം കണ്ടിരിക്കും അവൻ. അവന് ഞാൻ കൊടുത്ത വാക്കാ നാളത്തെ നിശ്ചയം. എന്ത് സംഭവിച്ചാലും ഞാനത് നടത്തും. ഭദ്രാകെ വല്ലാതെയായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ശശിധര, നീയും കേട്ടല്ലേ ഡോക്ടർ പറഞ്ഞ് കുറേ ദിവസമായി സരോജിനിക്ക് വയ്യായിക തുടങ്ങിയിട്ട്. അതാരോടൊന്നും തുറന്നു പറയില്ല. നാളത്തെ നിശ്ചയം കൂടി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുവരാതിരിക്കായിരുന്നു ഞാൻ. അല്ലാണ്ട് നീലാംബരി മോളുടെ ദോഷവും ഇതും തമ്മിൽ കൂട്ടിക്കലത്തേണ്ട നീ. ഭാർഗവൻ നായർ പറയുമ്പോൾ അയാൾക്ക് നേരെയും ശശിധരൻ ചാടി. 1-2 പരിചയക്കാർ അവിടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒച്ച പൊന്താതെയാണ് അയാൾ സംസാരിച്ച്. മതി പ്രസംഗിച്ച്. എന്തായാലും ഞാനങ്ങ് പോവാ. നാളത്തെ കാര്യത്തിന് വേണ്ട ചെയ്യാറുണ്ട്. ഇവിടെ ആരെങ്കിലും 2 പേര് മതി എന്നല്ലേ ഡോക്ടർ പറഞ്ഞു. നാളത്തെ ചടങ്ങായിട്ട് വേണ്ടത് ചെയ്യാം. ഭദ്രക്കാകെ ആദ്യം കയറി. താനില്ലാതെ എങ്ങനെയാണ് നിശ്ചയം നടക്കുക? ആകെപ്പാടെ നിലമോടെ ഒരു ധൈര്യം ഞാൻ മാത്രമാണ്.
ആ ധൈര്യവും തൻ്റെ മകൾക്ക് തികയുന്നില്ലെന്ന് അവരുണ്ടോ അറിയുന്നു. അയ്യോ ഏട്ടാ, ഞാനും കൂടെ വരാം. എന്നെ ഒന്ന് തറവാട്ടിലാക്കാമോ? എന്നിട്ട് തുളസിയെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കാം. അമ്മയോടെ കിടത്തേണ്ടി വരുന്ന ഞാൻ കരുതിയില്ല. നാളെ മോളുടെ കൂടെ ഞാൻ ഇല്ലാച്ചാ അവൾക്ക് വിഷമാവും. ഓ, വിഷമിക്കാൻ നിന്റെ മോളെ ഉള്ള കുട്ടിയൊന്നുമല്ല. എന്റെ ഭാര്യയ്ക്ക് നേരെ കൈ നീട്ടിയെടുക്കാൻ അവൾക്ക് തന്റെ ഉണ്ടായല്ലോ. പിന്നെ വിവാഹം നിലയിൽ നടക്കാൻ പോകുന്നു. ആകെ 10 മിനിറ്റിൽ കഴിയുന്ന ഒരു ചടങ്ങ്. അതിനവിടെ തന്റെ ഇടം മാത്രം മതി. ഈ കിടക്കണ തള്ളക്കൊപ്പം മക്കളാരും ഇല്ലെങ്കിൽ എന്നെയാ നാട്ടുകാരോരോന്ന് പറയുന്നത്. നിനക്ക് പിന്നെ പണ്ട് മുതലേ ചീത്ത പേര് കേട്ട് ശീലമാണല്ലോ. അതുപോലെ അല്ല ഈ ശശിധരൻ. ശശിധരന്റെ കുത്തുവാക്കുകൾ വീണ്ടും വീണ്ടും ഭദ്രയെ തളർത്തി. പെൺകുട്ടിയുടെ സ്ഥാനത്തു നിന്ന് ജാതകം കൈമാറാൻ ആരെങ്കിലും വേണ്ടേ ശശിധര? ഭാർഗവൻ നായർ ശശിധരനോട് ചോദിച്ചു. അതൊന്നും തൽക്കാലം വേണ്ട. മുകുന്ദന് ഞാൻ വാക്കുകൊടുത്തു പോയി. ഇല്ലെങ്കിൽ ഈ നിശ്ചയം വേണ്ടാന്നൊക്കെ ആയിരുന്നു. മുകുന്ദനെ സമാധാനത്തിന് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അത്ര തന്നെ. ഓരോ അനർത്ഥങ്ങൾ കാണുമ്പോൾ ഭയം തോന്നുക. ആ അസത്തിന്റെ ദോഷം കാരണം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നെന്ന് ഓർത്ത്. അപ്പോഴാ ഇനി ആ പിഴച്ചകൂടെ ജാതം കൂടി കൈമാറ്റം ചെയ്യുന്നത്. നിശ്ചയം മറ്റൊരു ദിവസത്തേക്ക് ആക്കിയാലോ ശശിധര? എന്നെ കൂടെ പറയിപ്പിക്കരുത്. ആശുപത്രി ആയിപ്പോയി. മറ്റൊരു ദിവസത്തേക്ക് ആക്കിയാ ഇനി അന്ന ദിവസം ആരെയാണോ തെക്കൂട്ടെടുക്കാൻ പോകുന്നത്? നാളത്തെ ദിവസം കഴിയുമ്പോൾ അറിയാം ഈ കടന്നു പറക്കുന്ന തള്ള ജീവനോടെ ഉണ്ടാവോ ഇല്ലേന്ന്. അത്രയ്ക്ക് നല്ല ജാതക കൊച്ചുമോടേത്. ശശിധരൻ ഒരു കൂസലമില്ലാതെ രാത്രി തന്നെ മുങ്ങി. പുറത്തോട്ടിറങ്ങി ഫോൺ എടുത്ത് അയാൾ ഒരു നമ്പർ ഡയൽ ചെയ്തു. കാര്യങ്ങൾ വിചാരിച്ചാലും ഗംഭീരമായി എന്നൊരു തോന്നലോടെ അയാൾ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, അങ്ങുന്നേ. ആ, കൊച്ചമ്പൂരി ആയിരുന്നോ? ഈ പാതിരാത്രി വിളിച്ചതിൽ പൊറുക്കണം. ചെറിയൊരു പ്രശ്നം. ഏയ്, അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. ഇവിടെ താലൂക്ക് ആശുപത്രിയില്ല. ഏയ്, ഇല്ലില്ല. ആ, നാളത്തെ കാര്യം പറഞ്ഞ പോലെ നടക്കും. ഏയ്, ആർക്കൊരു സംശയമില്ല. എന്തിന്? എൻ്റെ വീട്ടിലൊരു അറിഞ്ഞിട്ടില്ല. ഞാനേ മറ്റൊരു കാര്യം പറയാൻ കൂടി അപ്പോൾ വിളിച്ചേ. പിന്തല ചൊറിഞ്ഞുകൊണ്ട് ശശിധരൻ കൂനിക്കൂടി. ബഹുമാനമുള്ള ആരെയോ മുന്നിൽ കണ്ട പോലെ. ഒരു അപേക്ഷയുണ്ട്. നിശ്ചയം മുടങ്ങുമ്പോൾ എൻ്റെ മോൻ മുകുന്ദൻ ചിലപ്പോൾ ദേഷ്യം വല്ലതും കാണിക്കും. പാവത്തിരി മോഹിച്ചല്ലേ. എന്നാലും പെണ്ണ് അവനുള്ള തന്നെയാ. എങ്കിലും ചെക്കൻ അബദ്ധം വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഒന്നും ചെയ്തേക്കരുത്. അവനൊരു പാവാ. ഇല്ലില്ല, ഒരു ഈച്ച കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഭദ്രയും അച്ഛനും വരില്ല. അത് ശരിക്കും നമുക്ക് ഗുണം ചെയ്തേ ഉള്ളൂ. ആ, അതെ അതെ. ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും കരച്ചിലും പിഴിച്ചിലും കാണേണ്ടി വരില്ല, അത്ര തന്നെ. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഞാൻ വീട്ടുകാർക്കൊപ്പം നിൽക്കത്തേയുള്ളൂ. ആ സമയം ഞാനറിയാവല്ലോ പറയാൻ മറ്റോ ചെയ്താൽ എന്നോട് പൊറുക്കണം. വല്യമ്പൂരിയോട് കൂടി അത് പറഞ്ഞേക്കണം. അധികം വൈകിപ്പിക്കാതെ പെണ്ണിനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയേക്കണം. അവനോ? ഏയ്, മുകുന്ദന് പേടിയാ. അവൻ ചുമ്മാ കിടന്ന് കുറക്കത്തേയുള്ളൂ. അതന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ. അതൊക്കെ കൊച്ചമ്പൂരി അച്ഛനും പറഞ്ഞ പോലെ തന്നെ. എത്ര ദിവസം എടുത്താലും വേണ്ടില്ല, നിങ്ങളുടെ ആവശ്യം കേട്ട് പെണ്ണിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി. അന്ന് നമ്മൾ തീരുമാനിച്ച പോലെ രണ്ടിനെയും വിരട്ടി നിർത്താൻ ഞാനൊരു അവസരം നോക്കിയിരുന്ന. രണ്ടും കൽപ്പിച്ച് തന്നെയാ ഓണത്തിന് ഞാൻ കയറി തറവാട്ടി ചെന്നു. എൻ്റെ ഭാര്യക്കിട്ട് അവളൊന്ന് പൊട്ടിച്ചു. എങ്കിലും സാരില്ല, ഞാൻ വിചാരിച്ച പോലെ അവരായിട്ട് തന്നെ അവരുടെ കുഴി തോണ്ടി രണ്ടിനെയും വറപ്പിച്ചെന്ന് ഞാൻ. ഇനി ആരും തലവൊക്കില്ല. ആരും വരില്ലെന്നേ. ഈ ഞാനുണ്ട് നിങ്ങളോടൊപ്പം. എല്ലാം കൊച്ചമ്പൂരിയുടെ അച്ഛൻ പറയും പോലെ നടന്നിരിക്കും. പകരം ആ പറഞ്ഞ തുക. ഓ, വിശ്വാസക്കുറവാ? ഹേയ്, ഒരിക്കലുമില്ല. അത് അത്രയ്ക്ക് അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ടാ. വല്യമ്പൂരി എനിക്ക് വിശ്വാസമാണ്. ഇപ്പം മുതലേ എന്നോട് ഈ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ കാർഗയെ നമ്പൂതിരിപ്പാടിനെ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് വളർന്ന അവളുമാരെയൊക്കെ തേടി ആര് വരാനാ? ആ, അങ്ങനെ തന്നെ. നീലാംബരിയെ കച്ചവടമാക്കിയ സന്തോഷത്തിൽ ശശിധരൻ ഉള്ളു തുറന്ന് ചിരിച്ചു. ആരും കൂടെ വരണ്ടെന്ന് ഉറപ്പാണോ ശ്രീ? സമയം നോക്കിയേ നീ. മണി 2:30. ഞാനും കൂടി വരാം ശ്രീ. അല്ലെങ്കിൽ വിളിച്ച കിരണ ഉണ്ണിക്കൊണ്ട് ആരെങ്കിലും കൂടെ വരും. രാത്രി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സ്ത്രീയോടാണ് ശിവനാഥ് മേനോൻ പറയുന്നത്. എൻ്റെ ശിവേട്ട, അവരൊക്കെ ഉറങ്ങിക്കോട്ടെ. ഇവിടുന്ന് സിറ്റിയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ പോകാൻ എന്തിനാ എനിക്ക് കൂട്ട്? ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ. എമർജൻസി കേസ് വരുമ്പോൾ ഞാൻ എപ്പോഴും പോവാറുള്ളതല്ലേ. പിള്ളേരൊക്കെ നല്ല ഉറക്ക. അല്ലെങ്കിൽ തന്നെ നേരം പുലരാറായി. ഇവിടുന്ന് 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ റോഡിൽ മൊത്തം തിരക്കാ. ഞാനെന്തിനാ പേടിക്കുന്നേ? പേടിച്ചിട്ടല്ലടോ. കുറച്ചു ദിവസം ലീവ് എടുത്ത് തിരക്കുന്നൊക്കെ മാറിക്കാനല്ലേ നമ്മളിവിടെ കൈലാസത്തിലേക്ക് വന്ന്. അതും നീ പറഞ്ഞിട്ട്. എന്നിട്ടാ നീ തന്നെ. അയാൾ പിടക്കത്തോടെ സ്ത്രീയെ നോക്കി. ശിവനാഥിന്റെ ഭാവം കണ്ട് സ്ത്രീക്ക് ചിരിയാണ് വന്ന്. മൈ ഡാർലിംഗ് ശിവേട്ട, ബിസിനസ്സായിട്ട് തിരക്ക് പോലെയല്ല, ഒരു ഡോക്ടറുടേത്. ഏത് നിമിഷം ഒരു വിളി വരും. ജീവൻ കയ്യിൽ പിടിച്ചൊരു വിളി. ഓരോ നിമിഷം അത് പ്രതീക്ഷ. ഓരോ ഡോക്ടർമാർ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അറിയോ? എനിക്ക് വന്ന് അങ്ങനെ ഒരു വിളി. അപ്പം എൻ്റെ പൊന്നുമോ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഒരു കൊച്ചുകുട്ടിയെ പോലെ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് പോണ്ട എന്ന രീതിയിൽ കെഞ്ചുന്ന ശിവനാഥ് മേനോന്റെ ഇരുകവളുടെയും ഒന്ന് വലിച്ചു വിട്ടൊരു മുത്തം കൂടി കൊടുത്തു ശ്രീ പാർവതി. പോയി കിടന്നു. രാവിലെ പിള്ളേരോട് പറഞ്ഞേക്കണേ, ഒരു കാർ ഞാൻ എടുക്കുക. ഓ, ആയിക്കോട്ടെ ഡോക്ടറെ. ഗേറ്റ് കടന്നു പോകുന്ന ഓടി കാർ നോക്കി ശിവനാഥ് അല്പസമയം അങ്ങനെ നിന്നു. അയാൾക്ക് സ്ത്രീയെ ഓർത്ത് വല്ലാത്ത അഭിമാനവും ഒരേ സമയം ഒറ്റയ്ക്ക് ഈ രാത്രി പോയതിൽ ആകുലതയും തോന്നി. പിന്നെ ഇതൊക്കെ ഡ്യൂട്ടിയുടെ ഭാഗമാണല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചുകൊണ്ട് അകത്തേക്ക് പോയി.
തുളസിയും നിലയും ഉറങ്ങാതെ പുലരുവോളം ഒരേ ഇരിപ്പിരുന്നു. പുലർച്ചയിൽ എപ്പോഴോ നിലയുടെ കണ്ണുകളും നടഞ്ഞു. പെട്ടെന്നാണ് കയ്യിലിരുന്ന ഭദ്രയുടെ ഫോൺ ശബ്ദിച്ച്. അമ്മ എന്തായി? എന്താ ലേറ്റാവുന്നു? മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? പരിശോധനകളുടെ റിപ്പോർട്ട് കിട്ടാൻ വൈകി മോളെ. മുത്തശ്ശിക്ക് തീരെ വയ്യ, കിടത്തണമെന്നാ ഡോക്ടർ പറഞ്ഞ്. ഭദ്ര കാര്യങ്ങൾ ചുരുക്കി നിലയോട് പറഞ്ഞു. അയ്യോ, അപ്പം ഞാനെങ്ങനെയാ അമ്മേ? എനിക്ക് ഒറ്റയ്ക്ക് അവരോടൊപ്പം പോകാൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞോളെ നിശ്ചയം മാറ്റിവെക്കാം, അതല്ലേ നല്ലേ? മോള് കരുതും പോലെ നിശ്ചയം വലിയ രീതിയിലൊന്നുമില്ല. മോതിരം മാറ്റം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തുളസിയുടെ കൂടെ മോള് ആശുപത്രിയിലേക്ക് പോന്നു. തുളസി ഇവിടെ നിൽക്കട്ടെ. ആശുപത്രിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കൂടി കൊണ്ടുവരാൻ മറക്കണ്ട. മോളെ, ഈ അമ്മ പറയുന്നൊന്ന് സമാധാനത്തിൽ കേൾക്കൂ. വലിയ എതിർപ്പൊന്നുമില്ലാതെ മോളിതിനെ സമ്മതിക്കണം. അത് കഴിഞ്ഞാൽ ശശിയുടെ കാല് പിടിച്ചിട്ടാലും വേണ്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അമ്മ തിരിച്ച് എറണാകുളത്തേക്ക് പറഞ്ഞേക്കാം. മുത്തശ്ശനും അതായി ഇപ്പം പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കുട്ടി ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. കൽപ്പനയോട് തർക്കത്തിലൊന്നും പറയാൻ നിൽക്കരുത്. നീളയൊന്നും മിണ്ടിയില്ല. കാരണം അവൾക്കറിയാം തൻ്റെ അമ്മയ്ക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ താൻ എതിർത്തിട്ട് എന്ത് ഫലം? ഒരിക്കൽ കൂടി അമ്മയോട് വഴക്കിട്ട് പിണങ്ങാൻ തനിക്ക് വയ്യ. ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാന്ന് കരുതിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഈ അമ്മ തന്നെയാണ്. ഇത്രയൊക്കെ നടന്നിട്ടും ശശിധരൻ മാമയുടെ വാക്കുകളനുസരിക്കാൻ എങ്ങനെയാണ് അമ്മയ്ക്ക് കഴിയുന്നത്? എറണാകുളത്ത് പോവേണ്ട ആവശ്യം തനിക്ക് മാത്രമാണ്. എങ്ങനെയും തിരികെ പോകണം. എന്തെങ്കിലും ഈ തറവാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നാൽ തൻ്റെ അമ്മയെ സുരക്ഷിതമാക്കാൻ ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം. അതിന് എറണാകുളത്തേക്ക് തിരികെ പോയേ മതിയാവൂ. നീല, മോളെ എന്തൊന്നും മിണ്ടാത്തേ? ഞാൻ കേൾക്കുന്നുണ്ട് അമ്മ. അമ്മ പറഞ്ഞു. മോളെ, അമ്മയുടെ അലമാരയിൽ അലക്കി തേച്ച് ഒരു മുണ്ടും നേരിയതുണ്ട്. മോളത് ഉടുത്താൽ മതി. മോള അണിഞ്ഞൊരുങ്ങി പോവാൻ പറയല്ല അമ്മ. ആ പേരും പറഞ്ഞിനി മോളവര് മനസ്സിലായി. അമ്മ ഫോൺ വെച്ചോ. പിന്നീട് അവളൊന്നും പറഞ്ഞില്ല. തുളസിയൊന്നും മിണ്ടിയില്ല. മൗനമായിരുന്നു ഇരുവരും ഏറെ നേരം. ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ കുഞ്ഞേ? തുളസി ചോദിക്കുമ്പോൾ അവൾ തുളസിയെ നോക്കി. ഈ തുളസി ആരാ കുഞ്ഞെ? മംഗളകാര്യങ്ങൾക്കൊക്കെ ക്ഷണിക്കുക. തുളസി തന്റെ സങ്കടം പറഞ്ഞപ്പോൾ അപ്പോഴും നില മൗനം പൂണ്ടു. മംഗളകാര്യം പോലും. അലമാറിയിൽ നിന്ന് പുതിയൊരു ഷർട്ടും മുണ്ടും പുറത്തെടുത്ത് മുകുന്ദൻ. അതും ധരിച്ച് വെട്ടിയൊതുക്കിയ മുടി ചീകി വെക്കുമ്പോൾ കണ്ണാടിയിൽ കണ്ട സ്വന്തം പ്രതീക്ഷയായ നോക്കി ചിരിച്ചവൻ. മുകുന്ദ, ഇന്ന് നിന്റെ വിവാഹ, രഹസ്യ വിവാഹം. അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. എന്താ വല്ലാതെ ശരിയാണല്ലോ. സെറ്റും മുണ്ടും ചുറ്റി തലയിൽ നിറയെ പൂക്കളും വെച്ച് കുറെ ഫാൻസി ആഭരണങ്ങളും അണിഞ്ഞ് ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുന്ന ലാവണ്യ. നീലാംബരിയേക്കാൾ ഒട്ടും ചന്തം കുറയാൻ പാടില്ല. അതായിരുന്നു അവരുടെ മനസ്സിൽ. മുകുന്ദനൊരു വഷളം ചിരി ഇരിച്ചു. ലാവണ്യ അവൻ അടിമുടിയെ നോക്കി. എടേ, നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? കാക്ക കുളിച്ചാ കൊക്കാവില്ല. നീ എത്ര ഒരുങ്ങി ചമഞ്ഞ് വന്നാലും മറ്റവളോൾ അങ്ങോട്ട് ഒക്കുന്നില്ലല്ലോടി. ഓ, മുകുന്ദേട്ടൻ്റെ ഒരുക്കം കണ്ടാൽ തോന്നുമല്ലോ ആ മറ്റേ മോളായിട്ട് നിങ്ങളുടെ കല്യാണമാണെന്ന്. അതിന് മുകുന്ദൻ കൂട്ടമായിട്ടൊന്ന് ചിരിച്ചതേയുള്ളൂ. പിന്നെ പഴഞ്ചൊല്ല് പറയാൻ എനിക്കും അറിയാം. മുറ്റത്തെ മുല്ലക്ക് മണലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നീലാംബരി എന്ന് പറയുന്ന മുല്ലേ പണം തീരെ ഇല്ലാത്തവളാ, ഓർത്ത് വെച്ചോ. ആ ചൊല്ല് നിനക്കടി കൂടുതൽ ചേരുന്നത്. ഞാൻ ഈ മുറ്റത്തിലടി താമസിക്കുന്നേ. അപ്പൊ ഇവിടുത്തെ മുല്ല ആരാ? നിന്റെ മണമൊക്കെ എന്നീ മുകുന്ദൻ കുറെ വലിച്ചു കയറ്റിയതാ. നീലാംബരിപ്പൂവും മുല്ലപ്പൂവും അല്ലടി. ആരും മണത്തിട്ടില്ലാത്ത ആ നീലാംബരിപ്പൂവിന്റെ മണം ഈ മുകുന്ദന് കുറെ വലിച്ചു കയറ്റാനുള്ളതാ. അതും പറഞ്ഞ് സ്വന്തം മുറിയുടെ വാതിൽ വലിച്ചടച്ച് മുകുന്ദൻ. കേറ്റിക്കോ, അവസാനം ഈ ലാവണിയുടെ പുറകെ തന്നെ മണപ്പിച്ച് നടക്കാനുള്ളതാ. ആ നീലാംബരിപ്പൂവിന് ആയുസ് തീരെ കുറവാ മോനെ മുകുന്ദ. മേലാറ്റൂർ മനയുടെ പടിപ്പുരയ്ക്ക് പുറത്ത് പഴയൊരു ടാറ്റാ സുമോ വന്നു നിന്നു. എവിടെ ആ അസത്ത്? എവിടെ? നാട് വിട്ടോ? ഒരുങ്ങി ചമച്ച് കഴിഞ്ഞില്ല ഇതുവരെ. തമ്പുരാട്ടിക്കിനി എഴുന്നള്ളാനും മുഹൂർത്തം നോക്കണാവോ? എടി നീലാംബരി! തറവാട്ടിലേക്ക് ഇരച്ചു തുമിച്ച് കയറി ചെന്നു കൽപ്പന. ഗോവണിയുടെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി അലറി. ഒരു പട്ടുസാരിയാണ് വേഷം. ആകെയുള്ള മോന്റെ വിവാഹ നിശ്ചയമാണ്. കുറച്ച് സമയങ്ങളാവാലോ. കാട്ടുപോത്തിന് പട്ടുസാരി ചുറ്റി പൊട്ടുകുത്തിയ ഒരു കോലം. സാരിക്ക് ചേരാത്ത കുറച്ച് ഫാൻസി ഓർണമെന്റ്സും വാരി അണിഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭർത്താവ് മരുമകളെ അനിരുദ്ധം വലിയ നമ്പൂരിക്ക് വില പറഞ്ഞ് ഉറപ്പിച്ച് വിൽപ്പന ചരക്കാക്കിയ വിവരമൊന്നും തള്ള അറിഞ്ഞിട്ടില്ല. നല്ല വഴിക്ക് പോകുമ്പോൾ മറ്റൊരു വീട്ടിൽ കയറാൻ പാടില്ലെന്ന് കട്ടായം കെട്ടി ബാക്കിയുള്ളവരെ പടിപ്പുരക്ക് പുറത്തുള്ള കാറിൽ തന്നെ ഇരുത്തിരിക്കുകയാണ് കൽപ്പന. മുകുന്ദൻ മണവാളം ചമഞ്ഞ് കാറിലിരുന്നു. ഏറ്റവും പുറകിൽ ലാവണിയും മാമയും ഇരിപ്പുണ്ട്. ഭാവിവരന്റെ നിശ്ചയം കൂടാൻ പോകുന്നതിന്റെ ഒരു ഉളുപ്പും ലാവണിയുടെ മുഖത്തില്ല. മറിച്ച് അവൾ ദൂരെ കാണുന്ന തറവാട്ടിലേക്ക് നോക്കി. ഭാവിയിൽ താൻ കയറി ചെല്ലാൻ പോകുന്ന പട്ടണത്തിലെ പുതിയ വീടിന്റെ നെടുന്തൂണ് ഈ തറവാട് പൊളിക്കുമ്പോൾ ഉറപ്പിക്കാമെന്ന അഹങ്കാരത്തോടെ അവൾ അങ്ങനെ ഇരുന്നു. മായക്കെല്ലാം പുച്ഛമാണ്. വിവാഹ നിശ്ചയവും പുലകുടി അടിയന്തരവും എല്ലാം ഒരേ വൈബിൽ ആഘോഷിക്കുന്ന ഒരിനം. കാറിൽ ചാരിയുന്ന സിഗരറ്റ് പുക വലിച്ചെടുത്ത് ഊതിവിട്ടു ശശിധരൻ. ഇന്നിത് എത്രാമത്തെ ആളിയാ ഈ വലിച്ചു കയറ്റുന്നേ? ഒരു നിശ്ചയം നടക്കാൻ പോകുന്നതിന് ഇമാതിരി ടെൻഷൻ വേണോ? അളിയനൊന്ന് സമാധാനപ്പെടളിയോ? നിങ്ങളുടെ തള്ള നിശ്ചയം കഴിഞ്ഞിട്ടേ തട്ടിപ്പോവും. ഭാവി മരുമോളോട് ജാതകദോഷം കുറച്ച് പൊത്തിപ്പിടിക്കാൻ പറ. അതിന് ശശിധരൻ ദത്തിനെ ഒന്ന് ചൂട് നോക്കിയതേ ഉള്ളൂ. ഓ,
നമ്മളൊന്നും പറയുന്നില്ലേ? അല്ലേ ചെക്കന്റെ ചക്കച്ചോള പോലെ കാറിലിരിക്കുന്നു. ടെൻഷൻ കണ്ടാ തോന്നും ഇങ്ങരുടെ ഭാര്യ പറയാൻ കിടക്കുവാന്ന്. ദത്തൻ പല്ലിനിടയിലിട്ട് മുറുമുറുത്തുകൊണ്ട് കാറിൽ താങ്ങി നിന്നു. വിളിക്കാ ഒരു പെട്ടവളെ, അവളാനിക്ക് ഇനി ഞാൻ പോണോ അവിടെ പള്ളിയറയില്? തുളസിയെ നോക്കി കൽപ്പന പറയുമ്പോൾ മുകളിലെ മുറിയിൽ നിന്ന് നീലാംബരി അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഭദ്ര നണീച്ചു കൊടുത്ത അത്രയും ആഭരണങ്ങൾ മാത്രമേ അവൾ അണിഞ്ഞിരുന്നുള്ളൂ. അത് തന്നെ കൂടുതലാണെന്ന് അവൾക്ക് തോന്നി. ഭദ്രയുടെ അലമാരിയിലിരുന്ന സ്വർണ്ണക്കരയുള്ള സെറ്റും മുണ്ടുമുടുത്ത് ഉണങ്ങിയ മുടി മൊത്തത്തിൽ പിന്നിയിട്ടു. അവൾ നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് മാത്രം വെച്ചു. അത്ര തന്നെ ധാരാളം. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും ഈ വസ്ത്രത്തിൽ നീലാംബരിയെ. യാതൊരുവിധ സമയങ്ങളില്ലാതെ അവൾ ജ്വലിച്ചു നിന്നു. ഗോവണി ഇറങ്ങുമ്പോൾ കണ്ടു തന്നെ വിളിക്കാൻ മുകളിലേക്ക് കയറി വരുന്ന തുളസിയെ. തുളസിക്ക് പിറകെ അവൾ ഇറങ്ങി. കൽപ്പന അവളെ ഒന്ന് അടിമുടി നോക്കി. പെട്ടെന്നൊരു കാഞ്ഞ ബുദ്ധി തള്ളയുടെ തലയിൽ ഉദിച്ചു. അല്ലേ, ആഭരണങ്ങൾ ഇത്രയേ ഉള്ളൂടി. ഇവിടുത്തെ അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും കൂടി ഉണ്ടാവില്ലോ, നോക്കട്ടെ. ഒരു വിവാഹനിശ്ചയം എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിന്റെ ദേഹത്ത് നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ വേണം. അതും പറഞ്ഞ് കൽപ്പന ഭാർഗവനാരുടെ മുറിയിൽ പരതാൻ തുടങ്ങി. നാശം, ഈ കളവൻ ചാവി എവിടെയാ വെച്ചേക്കുന്നത്? എടി കൽപ്പന, ഇവൾ ഇതിന്റെ അകത്ത് കയറി എന്തുണ്ടാക്കുക? എടി ഈ നേരില്ലാത്ത നേരത്ത് നീ എന്ത് കോപ്പായി തപ്പുന്നത്? ഇത്രയും നേരം കാത്തു നിന്നിട്ട് കൽപ്പനയും നിലയും കാണാഞ്ഞ് മുൾമുനിൽ നിന്ന് ശശിധര ഓടിക്കതച്ച് അകത്തേക്ക് വന്നപാടെ കൽപ്പനയുടെ മേക്കിട്ട് കയറി. ഒന്നടങ്ങ് മനുഷ്യ. കൽപ്പന വാതിൽക്കിലേക്ക് എത്തി നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കിളവന്റെ അലമാരയിൽ നിന്ന് ഉരുപ്പടി എടുക്കാൻ പറ്റിയ സമയം. ഇവൾക്ക് അണിയ എടുത്താണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കെട്ടിയാ വല്ലത് എനിക്കൂടാ. എപ്പടി ആസത്തെ അവിടെ ദേഹത്ത് കിടക്കുന്നതിനെ പോകുന്നാ തോന്നുന്നു. അപ്പോഴാ ഇതിൻ്റെ അകത്ത് ഭദ്രമായിട്ട് ഇരിക്കുന്നു. കൂടെ തുലക്കാനായിട്ട് അവിടെ ഒരു പുത്തി. നിങ്ങളിത് എന്താ മനുഷ്യായി പറയുന്നത്? പെണ്ണിന്റെ ദേഹത്ത് കിടക്കുന്ന എവിടെ പോവുന്ന? അത് പിന്നെ നീ ഇന്ന് താഴെ ചവിട്ടാതെ ഇറങ്ങിയടി ഇങ്ങോട്ട്. മുഹൂർത്താവറായി. അപ്പോഴാ കിന്നാരം കഴിക്കാൻ വന്നേക്കുന്ന അവള്. സംശയത്തോടെ വായും തുറന്നിരുന്ന കൽപ്പനയെ വലിച്ചെടുത്ത് ശശിധരൻ മുറിവിട്ടിറങ്ങി. അവരുടെ പുറകെ നീലാംബരിയും നടന്നു. തുളസിക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. എങ്ങനെ ജീവിക്കേണ്ട കൊച്ച, എൻ്റെ ദൈവമേ. വീട് മാറി ജനിച്ചു പോയില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ ഇറങ്ങിപ്പോണ കണ്ടിട്ട് സഹിക്കുന്നില്ല എൻ്റെ ദേവി. തുളസി മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു. നീലാംബരിക്ക് പുറകെ പടിപ്പുര വരെ തുളസിയും നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.